ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതായത് നമ്മുടെ തേർഡ് മൊഡ്യൂളിലുള്ള സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ടോപ്പിക്കിലുണ്ടായിരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും ഉണ്ടായിരിക്കില്ല. സോ നിങ്ങളുടെ പഴയ സിലബസ് പ്രകാരം സെക്കൻഡ് ജിയോടെക്കിൻ്റെ പേപ്പറിലുള്ള ചില ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ജനറൽ ഒരു ഔട്ട്ലൈനും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അതിലുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, അതിൽ കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് ഫോർ വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടാക്ട് പ്രഷർ ബിനീത്ത് ഫൂട്ടിങ്സ്. അതായത് അപ്പോൾ അങ്ങനെ അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ സിലബസിലാണെങ്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇക്വാലന്റ് പോയിന്റ് ലോഡ് മെത്തേഡും 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, സോ ഒരു ജനറൽ ഔട്ട്ലൈൻ പറയുവാണെങ്കിൽ ആദ്യം നമ്മളിതിൻ്റെ ബോസ്നസ്കി ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ സെഡ് ഇസ് ഈക്വൽ ടു 3/2 q by pi z square into 1/1 plus r by z square whole raised to 5/2. ഓക്കെ, ഇതാണ് നമ്മുടെ ബോസ്നസ്കി ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് നമ്മൾ പോയിന്റ് ലോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. ആൻഡ് യു നോ ഓൾ ദ ടേംസ് ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് ലോഡാണ് ഇൻ കിലോ ന്യൂട്ടൺ. ദെൻ സെഡ് എന്ന് പറയുന്നത് ലോഡ് ആക്ട് ചെയ്യുന്നതിൽ നിന്നും എത്ര താഴോട്ടേക്ക് ഡെപ്ത് ആണ് എന്നുള്ളതാണ് സെഡ് പറയുന്നത്. ആൻഡ് ആർ എന്ന് പറയുന്നത് പോയിന്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നുമുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, നമ്മൾ എടുക്കുന്ന പോയിന്റ്. ഇപ്പം ഇൻ കേസ് നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ നേരെ താഴോട്ടേക്ക് സെഡ് ഡെപ്ത് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആർ വിൽ ബി 0 ദർ. ആൻഡ് നമ്മൾ കുറച്ച് മാറിയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെപ്ത് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സോ സെഡ് ഇവിടെ വരും. ദെൻ ദിസ് മച്ച് ഡിസ്റ്റൻസ് ഈസ് ആർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ആർ കാണിക്കുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ ശരിക്കും ശ്രദ്ധിക്കുക. ഇതിൻ്റെ പവേഴ്സ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ മീൻസ് കാണുമ്പോൾ മനസ്സിലാവും, പക്ഷെ നമ്മളത് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം വേറൊരു എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് മേ ബി നമ്മുടെ ഈ 5/2 ഉണ്ടല്ലോ, അതൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഈ സ്ക്വയർ ഇടാൻ മറന്നു പോവാറുണ്ട്. അപ്പം ഇക്വേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആൻസേഴ്സ് തെറ്റുകയാണ്. ഓക്കെ, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് 0 മാർക്സ് ആയിരിക്കും കിട്ടുക. അപ്പം ഇക്വേഷൻ വളരെ കറക്റ്റായിട്ട് തന്നെ എഴുതി പഠിക്കുക കേട്ടോ. Then this is for circular area. ഓക്കെ, അപ്പോൾ നമ്മൾ ബോസ്നസ്കി ഇക്വേഷൻ തന്നെയാണ്. സർക്കുലർ ലോഡഡ് ഏരിയ ആണെങ്കിൽ, അപ്പം സർക്കുലർ ഷേപ്പിലുള്ള ലോഡഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. സിഗ്മ സെഡ് ഇസ് ഈക്വൽ ടു ക്യൂ. അപ്പം സ്മോൾ ലെറ്റർ ക്യൂ ആയി മാറിയത് ശ്രദ്ധിച്ചോ. പോയിന്റ് ലോഡ് ആകുമ്പോൾ കിലോ ന്യൂട്ടണിലുള്ള ലോഡായിരുന്നു, സോ ഇറ്റ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ. ആൻഡ് ഫോർ സ്മോൾ ലെറ്റർ ക്യൂ ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഈസ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പെർ യൂണിറ്റ് ഏരിയയിലുള്ള ലോഡിംഗ് ആണ് സ്മോൾ ലെറ്റർ ക്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ സർക്കുലർ ലോഡഡ് ഏരിയയിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും യൂണിറ്റ് തന്നിട്ടുണ്ടായിരിക്കുക, പെർ മീറ്റർ സ്ക്വയർ ഉള്ളൊരു യൂണിറ്റ് ആയിരിക്കും. സോ സ്മോൾ ലെറ്റർ ക്യൂ ആയി മാറി അവിടെ. സോ ആ ഒരു കമ്പാരിസൺ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ദെൻ ഇവിടെ കണ്ടിട്ടുള്ള മേലെ കണ്ടിട്ടുള്ള ഇക്വേഷനിലുള്ള പോലെ എല്ലാ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ ആ രീതിയിൽ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. 1 - 1/1 പ്ലസ് ക്യാപിറ്റൽ ആർ ബൈ സെഡ് സ്ക്വയർ ഹോൾ റേസ് 3/2. കണ്ടോ, രണ്ടിലും പവറിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഇവിടെ പവറിൽ 5/2 ആയിരുന്നു, പക്ഷേ ഇവിടെ പവറിൽ 3/2 ആണ്. ആൻഡ് ആർ ബൈ സെഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്മോൾ ലെറ്റർ ആർ ആയിരുന്നു, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞു റേഡിയൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലേ. ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് എവേ ആണ് നമ്മളുടെ ഈ ഒരു നമ്മൾ സ്ട്രെസ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോയിന്റിന്റെ ലൊക്കേഷൻ എന്നുള്ളതാണ് സ്മോൾ ലെറ്റർ ആർ. അതേസമയം ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് സർക്കുലർ ഏരിയ ആയതുകൊണ്ട് സർക്കിളിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പം ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും മനസ്സിലാക്കാം. ദെൻ നമ്മൾ സർക്കുലർ ലോഡഡ് ഏരിയയിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു വേറൊരു അതിൽ നിന്നും ഡിറൈവ് ചെയ്ത മറ്റൊരു ഇക്വേഷനാണിത്. അതായത് നമ്മളുടെ റിംഗ് ടൈപ്പ് ഫൗണ്ടേഷനൊക്കെ വരും. ഓക്കെ, റിംഗ് ടൈപ്പ് ലോഡഡ് ഏരിയ. അപ്പം അതായത് 2 സർക്കിൾസ് ആയിരിക്കും അല്ലേ, വലിയൊരു സർക്കിളും അതിൻ്റെ ഇന്നേഴ്സറിൽ ഒരു സർക്കിളും കൂടി വരുന്ന. സോ ഈ ഒരു പർട്ടിക്കുലർ ഓക്കെ നമ്മൾ ഡോണറ്റ് ഷേപ്പിലുള്ള ലോഡഡ് ഏരിയാസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ റിംഗ് ടൈപ്പിലുള്ള ഫൗണ്ടേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒക്കെ ലോഡഡ് ഏരിയാസ് വരുന്ന സമയത്താണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അത് ഈ ഒരു ഇക്വേഷൻ്റെ അതിൽ നിന്നും ഡിറൈവ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. അതായത് ക്യാപിറ്റൽ ആർ ഉണ്ടല്ലോ, ഈ ഒരു ടേം ഫസ്റ്റ് മൈനസ് ചെയ്യുക, ഒന്നിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യുക, വലിയ സർക്കിളിൽ നിന്നും സെക്കൻഡ് സർക്കിൾ മൈനസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. സെയിം ടേംസ് തന്നെയാണ്. ക്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ലോഡഡ് ഏരിയയുടെ യൂണിറ്റ് ആണ്.
ഓക്കെ. ദെൻ AIAO. ഓക്കെ. സോ ഇവിടെ സെക്കൻഡ് ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ സർക്കുലർ ഏരിയയുടെ ഈ ഒരു റേഡിയസ് ആയിരുന്നു ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ നോക്കുകയാണെങ്കിൽ AIAO എന്ന് കാണിച്ചിട്ടുള്ളത് ഔട്ടർ റേഡിയസ് ആണ്, AO എന്ന് പറയുന്നത് ഇന്നർ റേഡിയസ് ആണ്, AI എന്ന് പറയുന്നത്. ഓക്കെ. സോ ആ രീതിയിൽ അപ്പം ആദ്യം ഇന്നർ റേഡിയസിൻ്റെ ഇക്വേഷൻ ചെയ്തിട്ട് ഇത് സെയിം ഇക്വേഷനിൽ ഇന്നർ റേഡിയസിൻ്റെ R ഇട്ട് കൊടുക്കുക, മൈനസ് ഔട്ടർ റേഡിയസിൻ്റെ സെയിം ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇൻറ്റു എല്ലാം കൂടെ ബ്രാക്കറ്റിനുള്ളിൽ ചെയ്തിട്ട് പുറത്ത് സ്മോൾ ലെറ്റർ Q ഇട്ട് കൊടുത്താൽ ഈ ആനുലാർ ടൈപ്പ് അല്ലെങ്കിൽ റിംഗ് ടൈപ്പ് ലോഡഡ് ഏരിയൻ്റെ കിട്ടും. അപ്പം റിംഗ് ടൈപ്പ് ലോഡഡ് ഏരിയൻ്റെ ആയിട്ട് ഫ്രീക്വൻ്റ്ലി ആയിട്ട് ഒരുപാട് ആസ്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതാണ്, റിംഗ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്. Then for rectangular area the equation is sigma z is equal to qi ആണ് ട്ടോ. സോ ഇറ്റ് ഈസ് ഫോർ റെക്റ്റാങ്കുലർ ഏരിയ. അപ്പം ഇക്വേഷൻ വളരെ ചെറുതായിട്ട് തോന്നാം, പക്ഷേ ഇതിൽ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളും ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന് പോസിബിലിറ്റി ഉള്ള ഒരു പ്രോബ്ലമാണ് റെക്റ്റാങ്കുലർ ഏരിയൻ്റെത്. Q ഇൻറ്റു I. ഇവിടെയും സ്മോൾ ലെറ്റർ Q ആണ്. അപ്പം ശ്രദ്ധിക്കുക, പോയിന്റ് ലോഡിൽ മാത്രമേ ഉള്ളൂ ക്യാപിറ്റൽ Q എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ Q എന്ന് പറയുമ്പോൾ വീണ്ടും അത് kN/m² യൂണിറ്റ് ആയിരിക്കും. ആൻഡ് I ഈസ് സംതിങ് കാൾഡ് ഇൻഫ്ലുവൻസ് ഫാക്ടർ. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ റെക്റ്റാങ്കുലർ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, ഒരു കോൺസ്റ്റന്റ് ഫാക്ടറാണ് I എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് രണ്ട് ടേംസ് ഉണ്ട്, M ആൻഡ് N. ഈ രണ്ട് ഈ രണ്ട് ടേംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ടേമാണ് I എന്ന് പറയുന്നത്. സോ I എന്ന് പറയുന്നതിന് ഒരു വലിയൊരു ഇക്വേഷൻ ഉണ്ട് MN വെച്ചിട്ടുള്ള. അപ്പം അത് പഠിക്കേണ്ട കാര്യമില്ല. എന്തായാലും മിക്കവാറും നിങ്ങൾക്ക് MN വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള I വാല്യൂ ഒന്നുകിൽ അതിൻ്റെ ഒരു ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ടേബുലർ കോളത്തിൽ നിന്നും കണ്ടുപിടിക്കാനോ ഉള്ള ഒരു എന്തെങ്കിലും ഒരു ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതല്ലാതെ വലിയൊരു ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതിന് പർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ട്. അപ്പം നമ്മളൊരു റെക്റ്റാങ്കുലർ ഏരിയനെ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതെല്ലാം ഞാൻ നമ്മുടെ തിയറി പോർഷൻസിൽ വീഡിയോ ലെക്ചേഴ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ. ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും ആണെങ്കിൽ ഈ ലെവലിലാണ് നമ്മുടെ ലോഡിങ് ആക്ട് ചെയ്യുന്നത്. ഇതൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട്, ഇപ്പോൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള റെക്റ്റാങ്കുലർ ലോഡഡ് ഏരിയ ആണല്ലോ. സോ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോർണറിൽ നിന്നും താഴെ Z ഡെപ്തിലുള്ള ഒരു പോയിന്റിലുള്ള സിഗ്മ Z ആണ്, ഇവിടുത്തെ സിഗ്മ Z ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ. അതല്ലാതെ സെൻട്രൽ നിന്നും താഴെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ഒരു മിഡ് പോയിന്റ് ഓഫ് ദ എഡ്ജിൽ നിന്നും താഴെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ. ആസ് സച്ച് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്നും താഴോട്ടേക്ക് Z ഡെപ്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ നമുക്ക് M ഉം N എന്ന് പറഞ്ഞതിൻ്റെ ലെങ്ത്തിൻ്റെയും ഈ Z-ൻ്റെയും ഒക്കെ റേഷ്യോസ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ വീഡിയോസിൽ നോക്കി മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോണത്, ഇതേ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതിനെ മോഡിഫൈ ചെയ്യാനൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ സെൻട്രൽ നിന്നും താഴെയുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞതിന് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോങ്ങർ സൈഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും താഴെ Z ഡെപ്തിലുള്ള ഒരു പോയിന്റിലുള്ള സ്ട്രെസ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നറിയോ, ഈ ഒരു പോയിന്റിൽ കൂടെ നമ്മൾ ഈ ഒരു ലോഡഡ് ഏരിയനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ. സോ മിഡ് പോയിന്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ സെൻട്രലിലൂടെ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഈക്വൽ പാർട്സ് കിട്ടും അല്ലേ, രണ്ട് ഈക്വൽ പാർട്സ്. അതും രണ്ടും റെക്റ്റാങ്കുലർ ഷേപ്പിൽ നല്ല രണ്ട് ഹാഫ്സ് കിട്ടും. ഓക്കെ. അപ്പം ഫസ്റ്റ് റെക്റ്റാങ്കിളിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇത് ബ്രെഡ്ത്ത് ചേഞ്ച് ചെയ്യുന്നില്ല, അതിൻ്റെ ലെങ്ത്ത് ഹാഫായി മാറി. അപ്പം നമ്മൾ അതിൻ്റെ വാല്യൂസ് ഇവിടെ കാണിക്കുക. ദെൻ ഇത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ കോർണറിൻ്റെ Z ഡെപ്ത് താഴെയാണല്ലോ ഇപ്പോഴത്തെ സിഗ്മ Z എന്നുള്ള പോയിന്റ്, പുതിയ A എന്നുള്ള പോയിന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിന് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നു, സെക്കൻഡ് റെക്റ്റാങ്കിളിനും ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറുന്ന ഒരു സിഗ്മ Z ഈസ് ഈക്വൽ ടു Q കോമൺ അല്ല. അപ്പം നമ്മളിത് ഈക്വൽ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിലൊക്കെ യൂണിറ്റ് ഏരിയയിലുള്ള ലോഡിംഗ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ സ്മോൾ ക്യൂവിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, I ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പം അവിടെ ബിയും അവിടുത്തെ N-ഉം L-ഉം B ഒക്കെ ചേഞ്ച് ആയി, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് M-ഉം N-ഉം വാല്യൂസ് ചേഞ്ച് ആവും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു I വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. ആൻഡ് പ്ലസ് സെക്കൻഡിൻ്റും അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, I വാല്യൂ അതിൻ്റെ M-ഉം N-ഉം വാല്യൂസ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ അത് ഈക്വൽ ആയതുകൊണ്ട്, ഈക്വൽ സെൻട്രലിലൂടെ നമ്മൾ ഡിവൈഡ് ചെയ്തത് കൊണ്ട് നമുക്കിത് I1ഉം I2ഉം സെയിം ആയിരിക്കും. സോ 2 ടൈംസ് ഒരു I കണ്ടുപിടിച്ചിട്ട് 2 ടൈംസ് ചെയ്താൽ മതി. ഇൻ കേസ് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 2 അൺഈക്വൽ റെക്റ്റാങ്കിൾസ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ I1 വേറെ ആയിരിക്കും, ഇവിടുത്തെ I2 വേറെ ആയിരിക്കും. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് കണ്ടിട്ട് ആഡ് ചെയ്യാം. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇനി ഇതേ റെക്റ്റാങ്കുലർ ലോഡ് തന്നെ നമ്മൾ
സെൻറ്ററിൻ്റെ താഴെയാണെങ്കിൽ എങ്ങനെ വരും? പിന്നെ ജസ്റ്റ് ഇവിടെ നോക്കുക, ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൻ്റെ താഴെ സെഡ് ഡെപ്തിലുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ചെയ്താൽ മതി, സെൻറ്ററിലൂടെ ഹാഫാക്കി മാറ്റുക. അപ്പോൾ എന്ത് വരും? 4 റെക്റ്റാങ്കിൾസ് കിട്ടുമല്ലോ. അപ്പോൾ എങ്ങനെ വരിക ഈ പോയിന്റ്? ഈ ഓരോ റെക്റ്റാങ്കിളിൻ്റെയും എന്തായിരിക്കും? കോർണറിൽ നിന്നും താഴെ സെഡ് ഡെപ്തിലല്ലേ ഇപ്പോൾ ഈ പോയിന്റ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈക്വലി ആണെങ്കിൽ ഒന്നിൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ എമ്മും എന്നും ചേഞ്ച് ആയി കറസ്പോണ്ടിങ് ഐ വാല്യൂ കണ്ടുപിടിക്കുക. ഈക്വലി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മതി, ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഒരു സെഡ് 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പം എന്ത് ചെയ്യും? ക്യൂ ഇൻറ്റു 4 ടൈംസ് ഐ ചെയ്താൽ മതി. ഏത്? ചെറിയ ട്രയാങ്കിളിൻ്റെ, ഈ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ മാത്രം ഐ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് കാരണം ഇത് ഈക്വലി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, സോ ആ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, അതും അത് പറഞ്ഞ പോലെ തന്നെ സെൻറ്ററിന് പകരം വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഓരോ റെക്റ്റാങ്കിൾസിൻ്റെയും I1 I2 വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യണം? നമുക്ക് ആഡ് ചെയ്ത് പോകണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയും മാറും? ജസ്റ്റ് ക്യൂവിനെ പുറത്തെടുക്കുക, ഓരോ റെക്റ്റാങ്കിൾസിൻ്റെയും I1 I2 ജസ്റ്റ് ഇങ്ങനെ ബ്രാക്കറ്റിൽ ആഡ് ചെയ്ത് പോകാം. ഓക്കെ, ഈ രീതിയിലാണ് ഇതിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ്. ഇനി ഇതല്ലാതെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പുതിയതായിട്ട് നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡ് ആക്കിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് ആണ്. സോ അതെന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ അപ്രോക്സിമേറ്റ് അപ്പോൾ അപ്രോക്സിമേറ്റ് മെത്തേഡ്സിൽ 2 മെത്തേഡ്സ് ആണുള്ളത്. ഇക്വാലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ 2:1 മെത്തേഡ്. അപ്പോൾ അത് നമുക്ക് ഇക്വാലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ് പറയാം. സോ ഇക്വാലന്റ് പോയിന്റ് ലോഡ് മെത്തേഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ Z = Q1 KB1 + Q2 KB2 + etc. ആണ്. അതായത് നമ്മൾ ഒരു റെക്ടാങ്കുലർ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വാലന്റ് പോയിന്റ് ലോഡായിട്ട് നമുക്കതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ നോക്കൂ, ഇതൊരു റാഫ്റ്റ് ഫൗണ്ടേഷൻ, ഒക്കെ റെക്ടാങ്കുലർ ഏരിയ ആണല്ലേ. ഇതിന് എന്ത് ചെയ്യാന്നറിയാം? ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഏരിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്ടാങ്കുലർ ഏരിയൻ്റെ ഇത് നോക്കാൻ നമുക്ക് ബോസ്നെസ്കിൻ്റെ നോർമൽ ഇക്വേഷൻ ഉണ്ടല്ലോ, പോയിന്റ് ലോഡിൻ്റെ ഇക്വേഷൻ, ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് മെത്തേഡിൽ പറയുന്നത് ഇങ്ങനത്തെ ഏരിയാസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഷേപ്പിലുള്ള ഏരിയാസിനെയും നമുക്ക് പോയിന്റ് ലോഡായിട്ട് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സെയിം ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഏകദേശം ഒരു സ്ലൈറ്റ് വേരിയേഷൻസ് ഒക്കെ ഉള്ള ഒരു ആൻസേഴ്സ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതിന് കമ്പയർ ചെയ്തിട്ട് ചെയ്യാനൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്യുക? ഇതിൻ്റെ ലോഡിങ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക Q kN/m², അല്ലെ. യൂണിറ്റ് ഏരിയയിൽ Q kN എന്നുള്ള സ്മോൾ ലെറ്റർ Q ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. സോ പോയിന്റ് ലോഡിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ക്യാപിറ്റൽ Q ആയിരിക്കും. യൂണിറ്റ് വിൽ ബി ഇൻ kN ഉള്ളി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? per m² എന്നുള്ളതിനെ കംപ്ലീറ്റ് m² ഏരിയ ഇതിനോട് ഇൻറ്റു ചെയ്താൽ മതി, അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഒരു ലെങ്ത്തും ഇതിൻ്റെ ബ്രെഡ്ത്തും നമുക്ക് അറിയാമെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ കിട്ടും, അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കംപ്ലീറ്റ് ഏരിയനെ ഇൻറ്റു ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്മോൾ ലെറ്റർ Q ചെയ്താൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? Q kN ഉള്ള പോയിന്റ് ലോഡാക്കി മാറ്റാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് ദ സെൻട്രോയിഡ്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് സെന്റർ ഓഫ് ജോമെട്രിയിലായിരിക്കും ഇത് ആക്ട് ചെയ്യുക, കാരണം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡാണ്. സോ ഇതിന്റെ സെന്റർ പോയിന്റ് എവിടെയാണ് നോക്കുക? ആ ഒരു സെന്റർ പോയിന്റിലായിരിക്കും ഈ Q എന്നുള്ള ക്യാപിറ്റൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്തായിരുന്നു? Q kN/m², സ്മോൾ ലെറ്റർ Q kN/m² എന്നുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള റെക്ടാങ്കുലർ ഏരിയനെ പോയിന്റ് ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ഏരിയനെ അതിനെ വെച്ച് ഇൻറ്റു ചെയ്തു. സോ ഇറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് ദ സെന്റർ ഓഫ് ദ റെക്ടാങ്കുലർ പോർഷൻ. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതിന്റെ സെൻട്രൽ നിന്നും ഉള്ള Z ഡെപ്തിലുള്ളതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? Qവും Rഉം Zഉം കറസ്പോണ്ടിങ് Qവിന്റെ Rഉം Zഉം വാല്യൂസ് കണ്ടുപിടിക്കുക, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ ഒരൊറ്റ ലോഡായിട്ടാണെങ്കിൽ Q1 KB1 മാത്രമല്ല ഇത്രയും വരുള്ളൂ. ഓക്കെ, ഒരൊറ്റ ലോഡായിട്ട് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിലാണ് ഇങ്ങനെ. ഇനി അതേസമയം നമുക്ക് ഇതിന് 4 ലോഡായിട്ടോ അല്ലെങ്കിൽ 2 ലോഡായിട്ടോ ഒക്കെ നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്വസ്റ്റ്യനിൽ പറയും, നിങ്ങൾ എത്ര ലോഡായിട്ട് നിങ്ങൾ തന്നെ അപ്രോക്സിമേറ്റ് ചെയ്യണം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കാണിക്കും. ഓക്കെ, 4 ലോഡ്സ് ആയിട്ട് ചെയ്യാൻ പറയും, ചിലപ്പോൾ 2 ലോഡ്സും 4 ലോഡ്സും ചെയ്തിട്ട് കമ്പയർ ചെയ്യാൻ പറയും. ഓക്കെ, ആ രീതിയിലൊക്കെ പറയും. അപ്പം ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് നോക്കൂ, 4 ലോഡ്സ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു? 4 ആക്കി ഡിവൈഡ് ചെയ്തു. ഓക്കെ, 4 ഇക്വലന്റ് ലോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഏരിയാസ് ആക്കി ഡിവൈഡ് ചെയ്യും. ആ ഓരോ ഏരിയന്റെയും സെൻട്രലായിരിക്കും ആ പർട്ടിക്കുലർ ഏരിയന്റെ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ Q1 Q2 Q3 Q4 4 ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താ ചെയ്യുക? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സ്മോൾ ലെറ്റർ Q തന്നിട്ടുണ്ടായിരിക്കും, അല്ലെ. Q kN/m² തന്നിട്ടുണ്ടായിരിക്കും. സോ പിന്നെ നമ്മൾ ഇതിന് എന്താ ചെയ്യേണ്ടത്? ഒരു Q1 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
അപ്പോൾ ഇതെല്ലാം ഈക്വലി ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ എന്ത് ചെയ്യണം, അതിന്റെ ഏരിയ Q1 ആക്ട് ചെയ്യുന്നത് ഈ ഒരു റെക്ടാങ്കുലർ പാർട്ടിലാണ്. സോ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ കംപ്ലീറ്റ് ലെങ്ത്തും ബ്രെഡ്ത്തും അറിയാം. ഇതിന് ഈക്വലി ഡിവൈഡ് ചെയ്തതാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലെങ്ത് ബ്രെഡ്ത്തും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സോ ആ ഒരു ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ഏരിയ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനോട് ഈ ക്യൂവിനോട് ഇൻറ്റു ചെയ്യുക. സോ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പോൾ ഫസ്റ്റിന്റെ ഏരിയ എന്നുള്ളത് ഞാൻ A1 എന്ന് കാണിക്കും. ഈ ഒരു പർട്ടിക്കുലർ റെക്ടാങ്കുലർ ഏരിയന്റെ A1 ആണെങ്കിൽ Q ഇൻറ്റു A1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പോയിന്റ് ലോഡ് ഇൻ കിലോ ന്യൂട്ടണിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് Q1. പിന്നെ Q2, Q3, Q4 എല്ലാം സെയിം തന്നെ ആയതുകൊണ്ട് എല്ലാം സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മളിവിടെ ലൊക്കേറ്റ് ചെയ്യാം. ഇനി എന്താ ഡിഫറൻസ് വരിക, ഇനി ഓരോന്നിനും സെപ്പറേറ്റ് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് എന്താണ്, ഇവിടുത്തെ നേരത്തെ നമ്മൾ ഒരൊറ്റ ലോഡായിട്ടേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് 4 ലോഡ്സ് ആയിട്ടുള്ളത് കൊണ്ട് Q1 KB1 എന്ന് പറയുന്നത് അതിലെ Q ടേം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ടേംസ് എല്ലാം കൂടിയാണ് KB1 എന്ന് പറയുന്നത് കേട്ടോ. സോ KB1 KB2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ ആഡ് ചെയ്യണം. Q1 ഇൻറ്റു KB1, Q2 ഇൻറ്റു KB2, അങ്ങനെ 4 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് വരിക എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ R വാല്യൂ Z വാല്യൂ വിൽ ബി ദ സെയിം അല്ലേ. കാരണം ഈ ഒരു റെക്ടാങ്കുലർ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഷേപ്പിലാണോ നിൽക്കുന്നത്, ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത് എന്താണ്, ഇത് കംപ്ലീറ്റ് ഗ്രൗണ്ട് ലെവലിൽ ലൈ ചെയ്ത് കിടക്കുക അല്ലേ. സോ ഗ്രൗണ്ട് ലെവലിൽ ജസ്റ്റ് ലൈ ചെയ്ത് കിടക്കുന്ന ഒരു റെക്ടാങ്കുലർ ലോഡഡ് ഏരിയ ആണ്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒരു ഡയമെൻഷണൽ ഫിഗർ ആയിട്ട് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നും ഉള്ള Z ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് വിൽ ബി കോൺസ്റ്റന്റ് ഫോർ ഓൾ ലോഡ്സ് അല്ലെ. എല്ലാ ലോഡിനും Z വാല്യൂ വിൽ ബി ദി സെയിം. ഓക്കെ, ഒരു പർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Z വാല്യൂ വിൽ ബി സെയിം ഫോർ ഓൾ ദി ലോഡ്സ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ KB1ലുള്ള Z വാല്യൂസ് വിൽ ബി ഓൾ ദി സെയിം ആയിരിക്കും. ആറിന്റെ വാല്യൂ നോക്കുക. അപ്പോൾ Z വാല്യൂ നമുക്ക് കിട്ടും. R വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ആക്ട് ചെയ്യുന്ന ഒരു Q2 എടുക്കുകയാണെങ്കിൽ Q2ന്റെ ഈ ഒരു പോയിന്റിൽ നിന്നും R വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലേക്കുള്ള ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും R2 എന്ന വാല്യൂ. ക്ലിയർ ആണല്ലോ. ബട്ട് Q3ലേക്കുള്ള ഡിസ്റ്റൻസ് വേറെ തന്നെ R3 ആയിരിക്കും. Q4ലേക്കുള്ള ഡിസ്റ്റൻസ് R4 വേറെ ആയിരിക്കും. Q1ലേക്കുള്ള ഡിസ്റ്റൻസ് R1 ആയിരിക്കും. ക്ലിയർ ആണോ. അപ്പോൾ ഈ രീതിയിൽ എടുക്കുമ്പോൾ കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ പോയിന്റ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് R വാല്യൂസ് എല്ലാം ചേഞ്ച് ആകും. അപ്പോൾ ഓരോന്നിനും ആഡ് ചെയ്യണം. Q1 ഇൻറ്റു KB1 അങ്ങനെ തന്നെ 4 ചെയ്യണം. കാരണം R വാല്യൂസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. മേ ബി നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ തരാൻ, കാരണം സെൻട്രലിലുള്ള ലിസ്റ്റ് 4 ആക്കി തന്നെ ഡിവൈഡ് ചെയ്തിട്ട് സെൻട്രലിലുള്ളത് കാണാനാണ് ചോദിക്കുന്നത് എങ്കിലോ. ഓക്കെ, അപ്പം നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഫിഗർ ഇവിടെ കംപ്ലീറ്റ് ആക്കട്ടെ. ഓക്കെ, അപ്പോൾ 4 ആക്കി ഡിവൈഡ് ചെയ്ത് ഇവിടെ Q1, Q2, Q3, ഇവിടെ Q4 ആക്ട് ചെയ്യുന്നുണ്ട്. സെൻട്രലിൽ നിന്നും Z ഡെപ്തിലാണ് കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ Z കോമൺ ആണ്. ദെൻ R വാല്യൂ എങ്ങനെ വരിക, ഈ ഡിസ്റ്റൻസ്, അതായത് ഇതിന്റെ സെൻട്രലിൽ നിന്നും അതായത് ചെറിയ റെക്ടാങ്കിളിന്റെ സെൻട്രലിൽ നിന്നും വലിയ റെക്ടാങ്കിളിന്റെ സെൻട്രൽ പാർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും R. അപ്പോൾ ഇതെല്ലാം സെയിം ആയിരിക്കും. ഇവിടെ എല്ലാത്തിൻ്റെയും R വാല്യൂ സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്മൾ ജസ്റ്റ് മറ്റേ ട്രയാങ്കുലർ ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. ഈ സൈഡും നമുക്ക് അറിയാമെങ്കിൽ, ഓക്കെ, ഈ സൈഡും അറിയാം, ഈ സൈഡും അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ഹൈപ്പോട്ടന്യൂസ് വെച്ച് നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഇത് റെക്ടാങ്കിൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇതാണ് കറക്റ്റ് വലിയ റെക്ടാങ്കിളിന്റെ സെന്റർ ആൻഡ് ദിസ് വിൽ ബി ദ സ്മോൾ റെക്ടാങ്കിളിന്റെ സെന്റർ. അപ്പം ഈ കിട്ടുന്ന ഡിസ്റ്റൻസിന്റെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഈ 6 കിട്ടും. ക്ലിയർ ആണല്ലോ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഇക്വാലന്റ് പോയിന്റിലൂടെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് 2 ലോഡ്സോ 4 ലോഡ്സോ എത്ര ലോഡ്സാണ് പറഞ്ഞതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. So the next is 2:1 method. അപ്പോൾ 2:1 മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഒരുപാടൊന്നും അങ്ങനെ ചോദിച്ചും കണ്ടിട്ടില്ല. പക്ഷെ നോക്കാം നമുക്ക്. ജസ്റ്റ് അതിൽ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സിഗ്മ സെറ്റ് ആവറേജ് ഇസ് ഈക്വൽ ടു QBL ഡിവൈഡ് ബൈ B പ്ലസ് Z ഇൻറ്റു L പ്ലസ് Z. സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ചോദിക്കാൻ ചാൻസ് കുറവാണ്. മേ ബി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയാൻ കാരണം. ഇങ്ങനെ 2 മെത്തേഡ്സ് ഉണ്ടെന്ന് സെപ്പറേറ്റ് ആക്കി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ ഈ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് അങ്ങനെ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രോബ്ലം ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഇത് നമ്മുടെ സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു 2:1 മെത്തേഡ് പറയുന്നത്. അതായത് നമ്മൾ ഒരു റെക്ടാങ്കുലർ ലോഡഡ് ഏരിയ, അതിന്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് ആണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴോട്ടേക്കുള്ള അതിന്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ഇൻ ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയെന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ അസ്യൂം ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു Z ഡെപ്തിലുള്ള പോയിന്റിലുള്ള
സിഗ്മ സെഡ് ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ക്യൂ ബി എൽ, ക്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് ഏരിയ അല്ലേ, മീൻസ് ലോഡ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ള ക്യൂ വാല്യൂ ഇട്ട് കൊടുക്കുക. ദെൻ കറക്റ്റ് റെക്ടാങ്കിളിന്റെ ബിയും എല്ലും ഇൻറ്റു ചെയ്യുന്നു, അതായത് അതിന്റെ ഏരിയ ക്യൂ ബി എൽ ഡിവൈഡഡ് ബൈ ഇതിന്റെ സെഡ് ഡെപ്ത് എത്രയാണോ അതിനോട് കൂടി എന്ത് ചെയ്യുക, ബി പ്ലസ് സെഡ് ഇൻറ്റു ചെയ്യുക പ്ലസ് ഇൻറ്റു എൽ പ്ലസ് സെഡ് ഇൻറ്റു ചെയ്യുക. ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് 2:1 മെത്തേഡിലുള്ള പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ അതിലൊന്നും ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇതിലൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ ഇതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? സോ ഒരു പ്രാക്ടീസ് പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എ റിംഗ് ഫൗണ്ടേഷൻ ഈസ് ഓഫ് 3.6 meters ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റർ തന്നിട്ട്, അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞു ചെയ്ത് മീൻസ് കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിങ്ങിൻ്റെ ഫിഗർ വരച്ച് വെക്കാം. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ ഡയമീറ്റർ 3.6 ആണ്. അപ്പം എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ശ്രദ്ധിക്കണം, ഡയമീറ്ററും റേഡിയസും ഒന്ന് മാറിപ്പോകരുത്. ഇറ്റ് ഈസ് 3.6 meters ആൻഡ് 2.4 meters ഇന്റേണൽ ഡയമീറ്റർ. അപ്പം ഇത്രയും ഉള്ള ഭാഗം 2.4 meters ആണ്. സോ ഇറ്റ് ട്രാൻസ്മിറ്റ് യൂണിഫോം പ്രഷർ ഓഫ് അതിന്റെ ക്യൂ എന്ന് പറയുന്നത് 135 kN/m² ആണ്. കാൽക്കുലേറ്റ് ദി വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് എ ഡെപ്ത് ഓഫ് 1.8 meters ഡയറക്ട്ലി ബിനീത്ത് ദി സെന്റർ ഓഫ് ദ ലോഡഡ് ഏരിയ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, സർക്കുലർ ലോഡഡ് ഏരിയ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ചോയ്സേ ഉള്ളൂ, അത് സെൻട്രൽ നിന്നും താഴെ സെഡ് ഡെപ്തിലുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ എഡ്ജിലേക്ക് മാറ്റിയിട്ടോ അതിന്റെ ഇപ്പുറത്ത് കുറെ ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക് വിട്ടിട്ടോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ബൊസ്നെസ്കിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ സർക്കുലർ ഏരിയ ആണോ അത് അല്ലെങ്കിൽ റിംഗ് ടൈപ്പ് ആണോ അതിന്റെ സെൻട്രൽ നിന്നും സെഡ് ഡെപ്തിലുള്ള മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റ് സൈഡുകളിൽ നിന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ ഇത്ര നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, 1.8 meters ഡെപ്ത് സെൻട്രൽ നിന്നും താഴോട്ടേക്കുള്ള പോയിന്റ് എ കൺസിഡർ ചെയ്ത്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ നേരെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം നമ്മളിവിടെ എ ഒ എന്താന്ന് കണ്ടുപിടിക്കുക, എ ഐ എന്താ കണ്ടുപിടിക്കുക അല്ലേ. സെഡിന്റെ വാല്യൂ 1.8 ആണ്, ക്യൂയുടെ വാല്യൂ 135 kN/m² ആണ്. ഓക്കെ, സോ എ ഒ എന്ന് പറയുന്നത് 3.6 ആണ് ഔട്ടർ ഡയമീറ്റർ. സോ 3.6/2 ആണ്, റേഡിയസ് ആണ് എ എന്ന് പറയുന്നത്. 2. ഇത് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് R വെച്ചിട്ട് തന്നെ പഠിച്ചോളൂ. ആ ക്യാപിറ്റൽ RI ക്യാപിറ്റൽ R1 തന്നെ നോക്കി പഠിച്ചോളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഇതിങ്ങനെ എ ഐ എന്ന് കാണിച്ചതുകൊണ്ട് ഞാൻ ഇത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ വെച്ചതാണ്. എ ഐ എന്ന് പറയുന്നത് 2.4/2 meters. ഓക്കെ, നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. എ റാഫ്റ്റ് സൈസ് ഓഫ് 4 meters square carries a load of 200 kN. അപ്പോൾ റാഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം പ്രൊസീജിയറും കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഇതിലെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. റാഫ്റ്റ് സൈസ് 4 meters squares, അപ്പം 4 ആണ്, ഇവിടെയും 4 ആണ്. ലോഡ് ഓഫ് 200 kN/m² ആണ്. Determine vertical stress increment at a point 4 meter below the center of the loaded area. അപ്പോൾ സെന്റർ ഓഫ് ദ ലോഡഡ് ഏരിയന്റെ നേരെ താഴോട്ടേക്കാണ് പോകേണ്ടത്. അതും 4 meters ഡെപ്തിലുള്ള പോയിന്റ് ആണ് നമ്മളുടെ എ എന്ന പോയിന്റ്. യൂസിങ് ബൊസ്നെസ് തിയറി. അപ്പോൾ ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ഇതിൽ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ വെസ്റ്റർഗാർഡ്സ് തിയറി യൂസ് ചെയ്തിട്ട് വേറൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ബൊസ്നെസ്ക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. സോ അതെന്തായാലും നിങ്ങളുടെ ബൊസ്നെസ്ക്ക് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. കമ്പയർ ദ റിസൾട്ട് വിത്ത് ദാറ്റ് ഒബ്റ്റൈൻ ബൈ ദ ഇക്വാലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ് ആൻഡ് വിത്ത് ദാറ്റ് ഒബ്റ്റൈൻ ബൈ ഡിവൈഡ് ദി ഏരിയ ഇൻറ്റു 4 equal parts. ദ ലോഡ് ഫ്രം ഈച്ച് ഓഫ് വിച്ച് ഈസ് അസ്യൂംഡ് ടു ആക്ട് ത്രൂ ഇറ്റ് സെന്റർ. അതായത് നമ്മൾ ഇതിന്റെ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യണം ആദ്യം. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ഏരിയ കിട്ടി, റെക്ടാങ്കുലർ ഏരിയ ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ബൊസ്നെസ്കി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് നോക്കൂ, കമ്പയർ ദ റിസൾട്ട് വിത്ത് ദാറ്റ് ഒബ്റ്റൈൻ ബൈ ഇക്വൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വാലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്യണം. അതന്നെ ഒരു ലോഡായിട്ടുള്ളതും 4 ലോഡായിട്ട് എടുത്തിട്ടുള്ളതും ചെയ്യുക. എന്നിട്ട് 3 രീതിയിൽ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം ആണ്. ഇങ്ങനെ ഇത്രയും വലിയ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ദ നോർമൽ റെക്ടാങ്കുലർ ഇക്വേഷൻ. റെക്ടാങ്കുലറിന്റെ ഇക്വേഷൻ സിഗ്മ സെഡ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഐ ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ കോർണറിൽ നിന്നും താഴെയല്ല, നമ്മുടെ സെൻട്രൽ നിന്നും താഴെയാണ്. സോ ഈ ഇക്വേഷൻ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ 4 equal parts ആയിട്ട് കൊടുത്തു. 1 2 3 4 റെക്ടാങ്കിൾസ് ആർ ദർ. നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിന്റെയും ഐ ടേംസുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഐ ഇസ് ഈക്വൽ ടു എന്തൊക്കെയാണ് നമ്മളുടെ എം എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ലെങ്ത് ഡിവൈഡ് ബൈ സെഡ് റേഷ്യോ ആണ്. എൻ എന്ന് പറയുന്നത് അതിന്റെ ബ്രെഡ്ത്ത് ഡിവൈഡ് ബൈ സെഡ് റേഷ്യോ ആണ്. എൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അതിനെന്ത് ചെയ്യണം നോക്കാം. നമുക്ക് ഒരു ഫസ്റ്റത്തെ ഇതെല്ലാം ഈക്വലി ആയതുകൊണ്ട് ഈ ഒരു റെക്ടാങ്കിൾ എടുത്താൽ
ഇതിൻ്റെ സൈഡ്സ് എന്തൊക്കെ വരും, 2ഉം വരും. ഓക്കെ, അപ്പോൾ അത് ലെങ്ത്തും ബ്രെഡ്ത്തും 2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എം വാല്യൂ എന്ന് പറയുന്നത് 2/z is 4. സോ n is 2/4. ഈ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. കറസ്പോണ്ടിങ് n വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ വാല്യൂ അതിൻ്റെ ടാബിൽ നിന്നോ ചാർട്ടിൽ നിന്നോ, അല്ലെങ്കിൽ വലിയൊരു ഇക്വേഷൻ ഉണ്ട്, n ഇക്വേഷൻ ഉണ്ട്. സോ ഒരു ലെങ്തിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, അതിൽ എടുത്തിട്ട് ഐ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പ്രോബ്ലത്തിൽ ആ ഇക്വേഷൻ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും അതിൻ്റെ വാല്യൂസ് എന്തെങ്കിലും തരും. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഐ കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇതിന് 4 സെയിം തന്നെ ആയതുകൊണ്ട് q ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 4 ടൈംസ് നിങ്ങൾക്ക് കിട്ടിയ ഒന്നാമത്തിന് കിട്ടിയ ഐ ഉണ്ടല്ലോ അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സിഗ്മ സെഡ് വാല്യൂ കിട്ടും. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ അങ്ങനെയാണ് ചെയ്യുക. ഇനി സെക്കൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇക്വാലൻ പോയിന്റ് ലോഡ് ആക്കിയിട്ട് മാറ്റണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോവാം, അതിനെ ഒറ്റ ലോഡാക്കി മാറ്റുക കേട്ടോ. സോ ഇതേ ഒരു സംഭവം ലോഡിനെ നമ്മൾ ഒരൊറ്റ ലോഡായിട്ട് ക്യൂ എന്നുള്ള ഒരൊറ്റ ലോഡാക്കി മാറ്റണം. അപ്പോൾ ക്യൂയുടെ യൂണിറ്റ് എന്ത് വരും, വാല്യൂ എന്ത് വരും, ഈ 200 ഇൻറ്റു മീറ്റേഴ്സ് ഏരിയ ഇന്നെ മൾട്ടിപ്പിൾ ചെയ്യണം. കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് 4 × 4 ആണ് കേട്ടോ. സോ 4 × 4, അപ്പം അത്രയും കിലോ ന്യൂട്ടണിൽ നമുക്ക് എന്ത് കിട്ടും, ക്യൂ വാല്യൂ കിട്ടും. ക്ലിയർ. സോ ഈ ക്യൂ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബസ്നെസ് ഇക്വേഷൻ ഉണ്ടല്ലോ സിഗ്മ സെഡിന്റെ, ആ ഇക്വേഷൻ 3/2 q/πz² എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ 1+ എന്നുള്ള ആ ഇക്വേഷൻ എന്ത് ചെയ്യുക, 5/2 പവർ ഒക്കെ വരുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. നൗ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇക്വലൻ പോയിന്റ് ലോഡ് മെത്തേഡ് തന്നെയാണ്. ബൈ ഡിവൈഡിങ് ദി ഏരിയ ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. മറ്റേത് കംപ്ലീറ്റ് ഒത്തിരി പോയിന്റ് ലോഡ് ആക്കി മാറ്റി. ദെൻ ഇനി നമുക്ക് 4 ഈക്വൽ പാർട്സ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സെൻട്രലിലുള്ള ലോഡിനെ നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഓക്കെ ഈ ക്യൂവിനെ മാറ്റണം. എന്നിട്ട് നമ്മൾ ഓരോ ലോഡഡ് ഏരിയയിലും ഓരോരോ ക്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇവിടെ ഒരു Q1 ഉണ്ട്, ഇവിടെ ഒരു Q2 ഉണ്ട്, ഓക്കെ ഇവിടെ ഒരു Q4 ഉണ്ട്, ഇവിടെ ഒരു Q3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടുത്തെ സിഗ്മ സെഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഓരോ Q1 KB1 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എല്ലാം ഈക്വൽ ആയതുകൊണ്ട് മേ ബി നമുക്ക് ഇതിനെ 4 ടൈംസ് ഒരു Q1 KB അങ്ങനെ ചെയ്താലും മതി. അതർവൈസ് നിങ്ങൾക്ക് ഓരോന്നും ആഡ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ശരിക്കും എഴുതേണ്ടത് Q2 KB2 പ്ലസ് അങ്ങനെ 4 ടേംസ് എഴുതി പോവാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരൊറ്റ റെക്റ്റാങ്കിളിനെ മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 2 ആൻഡ് ഈ ഒരു പോയിന്റിൽ നിന്നും താഴെ Z ഡെപ്തിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഈ ഒരു മിഡ് പോയിന്റിലാണ് നമ്മളുടെ ലോഡ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കോർണറിലാണല്ലോ, ഈ നേരെ സിഗ്മ സെഡ് ഈക്വൽ ടു ക്യൂ ഐ ടേമിലേക്ക് മാറ്റി ചെയ്താലോ എന്ന് ചിന്തിക്കരുത്. അതെപ്പോഴാണ് അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴാണ് ആ ഒരു ബോസ്നെസ്കിൻ്റെ തിയറി പ്രകാരം ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, നിങ്ങളോട് ഇക്വാലൻ പോയിന്റിലൂടെ തന്നെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അത് തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഇത് കോർണർ ആയതുകൊണ്ട് നമുക്ക് അത് ചെയ്യാമെന്ന് വിചാരിച്ച് പോകരുത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആക്കി വെക്കുക. ഓരോന്ന് എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഒരു കമ്പയറബിൾ ആയിട്ടുള്ള സ്ലൈറ്റ് വേരിയേഷൻസിൽ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ദ തിങ് ഈസ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഏത് മെത്തേഡാണോ ആ മെത്തേഡിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളോട് ഓരോന്നും ഏതൊക്കെ മെത്തേഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ നോർമൽ ബോസ്നെസ്കി ഇക്വേഷൻ യൂസ് ചെയ്യുക, സെക്കൻഡ് ഒരൊറ്റ പോയിന്റിലോടാക്കി മാറ്റുക, തേർഡ് വൺ 4 ലോഡ്സ് ആക്കി മാറ്റുക. അപ്പോൾ അത് അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സാധാരണ ബിസിനസ് ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ ആദ്യം ക്യൂ കണ്ടുപിടിക്കണം. ഇവിടുത്തെ Q1 എന്ന് പറയുന്നത് എന്താണ്, 200 ഇൻറ്റു എന്ത് ചെയ്യണം, ഇതിൻ്റെ ഏരിയ ഇൻറ്റു ചെയ്യാം. 2 × 2 4 അല്ലേ, 2 × 2 ചെയ്താൽ നമുക്ക് കിലോ ന്യൂട്ടണിലുള്ള കിട്ടും. അപ്പോൾ എല്ലാ Q1 Q2 Q3 Q4 എല്ലാം ഈ ഒരു യൂണിറ്റിലോടായിരിക്കും അല്ലേ, ഈ ഒരു പോയിന്റിലോടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുക, ഒറ്റ ലോഡാക്കി മാറ്റിയപ്പോൾ കംപ്ലീറ്റ് ഏരിയ ഇൻറ്റു ചെയ്തു, ഡിഫറെൻറ്റ് 4 പാർട്ടാക്കി മാറ്റിയപ്പം അതിൻ്റെ ആ റെക്ടാങ്കുലർ പാർട്ടിൻ്റെ ഏരിയ മാത്രം നമ്മൾ ഇൻറ്റു ചെയ്തു. അതൊക്കെ ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആറിന് സെഡ് വാല്യൂ വിൽ ബി ദ കോൺസ്റ്റന്റ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ 6 കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ നമ്മൾ ഈ ഏരിയനെ നമ്മളിങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇവിടെ 2 ഇവിടെ 2 ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് എന്തുണ്ടാവും, 2√2 ആയിരിക്കും അല്ലേ. സോ അതിൻ്റെ ഹാഫാണ് ഈ ഒരു 6 എന്ന് പറഞ്ഞു. സോ ഇറ്റ് വിൽ ബി √2 ഓൺലി. ഓക്കെ, അതെങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ √2 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ നോർമൽ ബോസ്നെസ്കി ഇക്വേഷൻ്റെ ആ ഒരു പോയിന്റ് ലോഡിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. 4 ടൈംസ് എന്ത് ചെയ്യാം, 3/2 q/πz². ക്യൂവിൽ ഈ ക്യൂ ലോഡ് ഇട്ട് കൊടുക്കുക. πz² വാല്യൂ എന്ന് പറഞ്ഞാൽ സെഡ് എപ്പോഴും സെയിം തന്നെ, സെഡ് ചേഞ്ച് ചെയ്യാനൊന്നും പോകണില്ല. പിന്നെ ഇവിടെയുള്ള 6 ടേമിൽ എന്ത് ചെയ്യണം, √2 ഇട്ട് കൊടുക്കുക z² എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉത്തരം കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കിട്ടിയ 3 ഉത്തരം നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം, ഏതിലാണ് കൂടുതൽ എങ്ങനെ ചെയ്തപ്പോഴാണ് കുറഞ്ഞ് കിട്ടിയത് നോക്കാം. ഓക്കെ,
സോ ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നോക്കാം. എ സർക്കുലർ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് സർഫസ് 8 മീറ്റർ ഇൻ ഡയമീറ്റർ ക്യാരീസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ നേരെ യൂസ് ചെയ്യാം. അതിൽ ഡയമീറ്റർ തന്നിട്ട് അപ്പം R is equal to 8/2 4 മീറ്റേഴ്സ് എന്ന് കിട്ടും. സ്മോൾ ലെറ്റർ Q എന്ന് പറയുന്നത് 5 kN per meter square ആണ്. വെർട്ടിക്കൽ പ്രഷർ അറ്റ് ഡെപ്ത് ഓഫ് 3 meters, 5 meters, 8 meters ആൻഡ് 12 meters. അപ്പോൾ നമ്മൾ സർക്കുലർ ഏരിയൻ്റെ സെൻറ്ററിൽ നിന്നും, ഇപ്പോൾ ഇവിടെയാണ് സെൻറ്റർ, സർക്കുലർ ഏരിയൻ്റെ സെൻറ്റർ ഇവിടെയാണെന്നുണ്ടെങ്കിൽ, സോ ഇതിൽ നിന്നും എത്രയൊക്കെ ഡെപ്തിൽ ചെയ്യണം? 3 മീറ്ററിൽ ചെയ്യണം, 5 മീറ്ററിൽ ചെയ്യണം, ദെൻ 8 മീറ്ററിൽ ചെയ്യണം, 12 മീറ്ററിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലുള്ള ആ ക്യാപിറ്റൽ R4 അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, റേഡിയസ് എന്ന് പറയുന്നത്. ദെൻ ക്യൂവും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഓൺലി ദ ടേം ചേഞ്ചിങ് വിൽ ബി ദ സെഡ് ടേം. സെഡ് ടേമിന് എന്ത് ചെയ്യുക? 3 മീറ്റേഴ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. അതിവിടെ ഇതാണ് ഇത് ആൻസർ. ദെൻ 5 മീറ്റേഴ്സ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരൊറ്റ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, 10 മാർക്കാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വേഷൻ തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റിപ്പോകും. ക്ലിയർ ആണല്ലോ? ഒരുപാട് ക്വസ്റ്റ്യൻ കുട്ടികൾ തെറ്റൊരു ക്വസ്റ്റ്യനാണ്. കാരണം അവരുടെ ഇക്വേഷൻ്റെ പവറിൽ ജസ്റ്റ് 5/2 ഇട്ട് കൊടുത്ത് അറിയാതെ, അല്ലെ, സർക്കുലറിൻ്റെ ഇതിൻ്റെ പവർ എന്താണ്? 3/2 ആണ്. അപ്പം അതൊന്നും മാറിപ്പോകരുത്. എവിടെയാണ് പവർ ഇടേണ്ടതെന്നോ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ട്വിസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. ആ ഒരു ഇക്വേഷൻ കറക്റ്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാൻ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ആ ഇതിൽ ചെയ്യാം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫിഗറിൽ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് പ്ലോട്ട് ദ വേരിയേഷൻ ഓഫ് സ്ട്രെസ് വിത്ത് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്ട്രെസ് വിത്ത് ഡെപ്ത് ചെയ്യേണ്ടത്. അല്ലാതെ പലരും ഇങ്ങനെ XY ആക്സിസ് ഒക്കെ വരച്ചിട്ട് നമ്മൾ സ്ട്രെസ് വേഴ്സസ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റോങ് ആണ്. പ്ലോട്ട് ദ വേരിയേഷൻ ഓഫ് സ്ട്രെസ് വിത്ത് ഡെപ്ത് അതും കൂടെ വരുമ്പോൾ അതിനൊരു 2 മാർക്സ് ഒക്കെ അതിന് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുന്നത് വെച്ചാൽ ഈ രീതിയിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഇങ്ങനെ താഴോട്ടേക്ക് ഡെപ്ത് കാണിച്ചിട്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് റിലേറ്റീവായിട്ട് ഇതിനെ കാണിക്കുക, ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് സ്ട്രെസ് വേരിയേഷൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. നമുക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പ്, സാധാരണ ഷേപ്പ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെപ്തിനനുസരിച്ചുള്ള സ്ട്രെസ് വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു രീതിയിലാണ് വരിക. നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന മേ ബി 3 മീറ്റേഴ്സിൽ വലിയ ഹയർ വാല്യൂ, പിന്നെ റിഡ്യൂസ് ചെയ്ത് പോകുന്ന വാല്യൂ ആണെങ്കിൽ മേലേക്കുള്ള വാല്യൂസ് നമുക്ക് അറിയാം, ജസ്റ്റ് ഡോട്ട് ഇട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ഈ രീതിയിൽ സ്ട്രെസ് വേരിയേഷൻ പ്ലോട്ടൊക്കെ ചെയ്യണം. ഓക്കെ, നൗ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ റിംഗ് ടൈപ്പ് ആണ്. സോ റിംഗ് ടൈപ്പിൻ്റെ പിക്ചർ വരച്ച് വെക്കാം. സെൻറ്ററിൽ നിന്നും 1.5 മീറ്റേഴ്സിലാണ് ഡെപ്ത് സെഡ് കിട്ടി. ദെൻ റിംഗ് വിഡ്ത്ത് ഓഫ് ദ റിംഗ് 2 മീറ്റർ. അപ്പോൾ ഈ ഒരു വിഡ്ത്ത് 2 മീറ്റർ തന്നിട്ടുണ്ട്. ദെൻ ഇന്റേണൽ ഡയമീറ്റർ 5 മീറ്റേഴ്സ്. അപ്പം ഇത്രയും ഡിസ്റ്റൻസ് 5 മീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ദെൻ Q is equal to 175 kPa ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? AO എന്താണ്, AI എന്താണ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം AO എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇതിവിടെ 2.5ഉം 2ഉം കൂടെ ആഡ് ചെയ്തത് അല്ലേ, ഇത്ര വരും. ദെൻ ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 മാത്രം. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സെയിം ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. നൗ ദിസ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. ഇതും ഒരുപാട് കുട്ടികൾ തെറ്റിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സെപ്റ്റംബർ 2020 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാം. ഡിറ്റർമിൻ വെർട്ടിക്കൽ സ്ട്രെസ് ഇൻ സോയിൽ അറ്റ് ഡെപ്ത് ഓഫ് 6 മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫിഗർ എങ്ങനെയാണ് ഇതിൻ്റെ ലോഡിംഗ് കണ്ടീഷൻ വരുന്നത് കാണിക്കാം. ഗ്രൗണ്ട് ലെവലിൽ നിന്നും 6 മീറ്റർ ബിലോ ദ കോളം ഫൗണ്ടേഷൻ. അപ്പോൾ 6 മീറ്റേഴ്സ് ആണ് നമ്മുടെ Z വാല്യൂ. അപ്പം Z ഈക്വൽ ടു 6 മീറ്റേഴ്സിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലോഡ്സ് എങ്ങനെ വന്നത് നോക്കാം. വെർട്ടിക്കൽ ബിലോ കോളം എയും കോളം ബിയും ഉണ്ട് കേട്ടോ. സോ കോളം എ, കോളം ബി. കോളം എ ആൻഡ് ബി ആർ 5.5 മീറ്റേഴ്സ് അപ്പാർട്ട്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് 5.5 മീറ്റേഴ്സ് അപ്പാർട്ട് ആണെന്ന് മനസ്സിലായി. കോൺസെൻട്രേറ്റഡ് ലോഡ് ഓൺ കോളം എ ഈസ് 400 kN ആണ്. ആൻഡ് Q അല്ല, ആക്ച്വലി ബി ഈസ് 300 kN ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വെർട്ടിക്കൽ സ്ട്രെസ് ഇൻ എ സോയിൽ അറ്റ് എ ഡെപ്ത് ഓഫ് 6 മീറ്റർ ബിലോ കോളം ഫൗണ്ടേഷൻസ് വെർട്ടിക്കലി ബിലോ കോളം എ ആൻഡ് കോളം ബി. അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത്? കോളം എയുടെ ബിലോ ഉള്ളൊരു പോയിന്റ് നോക്കുക, ദിസ് ഇസ് എ എന്ന് കാണിക്കാം. കോളം ബിയുടെ ബിലോ ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഡി. ഓക്കെ, 6 മീറ്റേഴ്സ് ഡെപ്തിൽ. അപ്പം ഇവിടെയുള്ള സിഗ്മ സെഡും കണ്ടുപിടിക്കണം, ഇവിടെ ഉണ്ടാവുന്ന സിഗ്മ സെഡും കണ്ടുപിടിക്കണം. ഓക്കെ, 7 മാർക്സ് ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? നമ്മൾ എ വെച്ചിട്ട് എയുടെ നേരെ താഴെയുള്ള കണ്ടുപിടിക്കുക, ബി വെച്ചിട്ട് ബിയുടെ നേരെ താഴെയുള്ള കണ്ടുപിടിക്കുക എന്ന് ചെയ്താൽ ഇറ്റ് ഈസ് എ റോങ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏകദേശം ഇങ്ങനെ 2 ലോഡ്സ് ഉണ്ടെന്നും ആ ഒരു വിസിബിലിറ്റിയിൽ തന്നെ ഈ ലോഡിനെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയോ? എ എന്ന പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, അതിൻ്റെ തൊട്ട് മേലെ എ എന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. സോ 400 kN കാരണം ഇവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് പ്ലസ് ബി എന്ന ലോഡ് കാരണം ഈ ഒരു ലോഡ് കാരണം ഇവിടേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് സ്ട്രെസ്സും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, സോ സിഗ്മ സെഡ് അറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
സിഗ്മ z ഡ്യൂ ടു എ പ്ലസ് സിഗ്മ z ഡ്യൂ ടു ബി ആഡ് ചെയ്യണം. ഓക്കെ, അതേപോലെ സിഗ്മ z അറ്റ് ബി എന്ന് പറഞ്ഞാൽ സിഗ്മ z ഡ്യൂ ടു എ പ്ലസ് അഗെയിൻ സിഗ്മ z ഡ്യൂ ടു ബി ആഡ് ചെയ്യണം. പക്ഷേ രണ്ടും സെയിം ആണോ? അല്ല. കാരണം എന്താണ്, ഇവിടെ നോക്കുമ്പോൾ 400ന്റെ നേരെ ബിലോ ആണ്. അപ്പോൾ 400ന്റെ യൂണിറ്റ് ലോഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ R 0 ആയിരിക്കും, Z 6 ആയിരിക്കും. അത് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ചെയ്യണം. പ്ലസ് പിന്നെ എന്ത് ചെയ്യണം, ബി വെച്ച് നോക്കുമ്പോൾ ബിയുടെ ഇക്വേഷൻ, എയിലേക്കുള്ള ബിയുടെ ഇക്വേഷൻ നോക്കുമ്പോൾ R വാല്യൂ എന്ന് പറയുന്നത് അവിടെ 5.5 അല്ലേ, ബി എന്ന ലോഡ് ഇവിടെയാണ്, നമ്മൾ എടുക്കുന്ന പോയിന്റ് ഇവിടെയാണ്. സോ ദിസ് ഇസ് 5.5 മീറ്റേഴ്സ്. അപ്പോൾ 5.5 മീറ്റേഴ്സ് ആറിനും സെഡിന് 6ഉം കൊടുത്തിട്ടുള്ള ഒരു ഇക്വേഷൻ ചെയ്യാം. ആ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എയിലുള്ളത് കംപ്ലീറ്റ് കിട്ടും. ക്ലിയർ ആണല്ലോ? ദെൻ ബിയിലുള്ളത് നോക്കുമ്പോൾ എങ്ങനെ വരും? ഇതൊക്കെ ഞാൻ ഇറേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് മാത്രം ചെയ്യുകയാണെങ്കിൽ സിഗ്മ സെഡ് അറ്റ് എ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? സിഗ്മ എ വെച്ചിട്ടുള്ള ലോഡ് ചെയ്യുക. അപ്പോൾ എ വെച്ച് നമ്മൾ 3/2 Q/Z² എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അതിൽ എങ്ങനെ വരിക? Q എന്ന് പറയുന്നത് 400 ഇട്ട് കൊടുക്കണം, R 0 ഇട്ട് കൊടുക്കുക, Z = 6 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് സെയിം ബോക്സിനെസ്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടും. പ്ലസ് ക്യൂവിന് 300 ഇട്ട് കൊടുക്കണം, ആറിന് 5.5 ഇട്ട് കൊടുക്കുക, സെഡിന് 6 ഇട്ട് കൊടുത്തിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ സിഗ്മ സെഡ് അറ്റ് എ കിട്ടും. ഓക്കെ, ഇനി സിഗ്മ സെഡ് അറ്റ് ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ബിയുടെ ചെയ്യുക. Q = 300 ഇട്ട് കൊടുക്കുക, R കറക്റ്റ് നേരെ താഴെയാണ്. അപ്പോൾ R 0, Z = 6. ഓക്കെ, ഈ ടേം വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ ബിസിനസ് പോയിന്റോട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. Then after that Q = 400 വെച്ച് കൊടുക്കാം, R = 5.5, Z = 6 വെച്ചിട്ട് അനദർ ഇക്വേഷൻ കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ സെഡ് അറ്റ് ബിയും കിട്ടും. ക്ലിയർ ആണല്ലോ? 7 മാർക്കാണ്. ക്ലിയർ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. ദെൻ റെക്ടാങ്കുലർ ഫൗണ്ടേഷൻ 3 meters by 2 meters. അപ്പോൾ നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ ജസ്റ്റ് വരച്ച് നോക്കാം. ഓക്കെ, ഇവിടെ 3 meters ഉണ്ട്, ഇവിടെ 2 meters ഉണ്ട്. Calculate uniform load intensity Q of 50 kilonewton per meter square. Determine vertical stress at the center of the plan of the foundation. അപ്പോൾ vertical stress കണ്ടുപിടിക്കണം. സെൻറ്ററിൽ നിന്നും താഴോട്ടേക്കാണ് ഡിസ്റ്റൻസ്. ഓക്കെ, level by equivalent point load method by dividing the area into 4 equal parts. ഓക്കെ, അപ്പോൾ ഇക്വാലന്റ് പോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, പോയിന്റ് ലോഡ് ആണ്. പോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ പോയിന്റ് ലോഡിന്റെ ബോൾസ്നെസ്ക് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, മനസ്സിലാക്കുക. പിന്നെ അപ്രോക്സിമേറ്റ് മെത്തേഡ് ആണെന്ന് അതിൽ നിന്ന് ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഈ റെക്ടാങ്കുലർ ഏരിയൻ്റെ നമുക്ക് മറ്റേ സിഗ്മ സെഡ് = QI ചെയ്തുകൂടെ എന്ന് ആലോചിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിവിടെ യൂസ് ചെയ്താൽ റോങ് ആണ്. മേ ബി നിങ്ങൾക്ക് ഐയുടെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ടൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് റോങ് ആണ്. കാരണം നിങ്ങളോട് അതല്ല ചോദിച്ചിട്ടുള്ളത്. നിങ്ങളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇക്വാലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ് ഡിവൈഡിങ് ഏരിയ ടു 4 equal parts തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ദിസ് ഈസ് ഫസ്റ്റ് ട്രയാങ്കിൾ റെക്ടാങ്കിൾ, സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലാണ് ഫസ്റ്റത്തെ Q1 ആക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ സെൻറ്ററിലാണ് സെക്കൻഡ് Q2 ആക്ട് ചെയ്യുന്നത്. ആ രീതിയിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ബോൾസ്നെസ്ക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ദെൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള, അപ്പോൾ നമുക്ക് ഒരു റെക്ടാങ്കിളിൻ്റെ മാത്രം കണ്ടിട്ട് 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അത് സംശയമുള്ളവർ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഓരോന്നും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് Q1 പോയിന്റ്, നമ്മുടെ സെൻറ്റർ പോയിന്റ് ഇതാണ്. സോ 5 മീറ്ററിൽ ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നോക്കൂ, ഇത് 3 മീറ്റേഴ്സിന് ഡിവൈഡ് ചെയ്തു. സോ ഇറ്റ് ഈസ് 1.5 മീറ്റേഴ്സ് ആൻഡ് 2 മീറ്റേഴ്സിന് മാറ്റി 1 മീറ്റേഴ്സിന് കിട്ടും അല്ലേ. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? Q1 കണ്ടുപിടിക്കണം. Q1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 50 ഇൻറ്റു ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ മാത്രം എടുത്താൽ മതി അല്ലേ. 3/2 ഇൻറ്റു 2/2 അല്ലേ. 3/2 ഇൻറ്റു 2/2 ഇൻറ്റു ചെയ്താൽ നമുക്കിത് കിലോ ന്യൂട്ടണിലുള്ള ലോഡ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് Q1 ഇട്ട് കൊടുക്കാം. ദെൻ എന്ത് ചെയ്യണം? ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ റെക്ടാങ്കുലർ ഇതിന് ഒരു ട്രയാങ്കുലർ വേരിയേഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ദിസ് ഈസ് 1.5, ദിസ് ഈസ് 1 ആൻഡ് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. Q1 എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റർ പോയിന്റ് ഇവിടെയാണ്. സോ ഈ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് R കണ്ടുപിടിക്കുക, ആ R ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ ഇക്വേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യാം? ഇങ്ങനെ 4 എണ്ണം ഇൻറ്റു ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? സെഡിന് 5 മീറ്റേഴ്സ് ഇട്ട് കൊടുക്കണം, R വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ സർക്കുലർ റിംഗ് ടൈപ്പ് തന്നെയാണ്, ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, റിംഗ് ടൈപ്പ് ആണ്. റിങ്ങിൻ്റെ വിഡ്ത്ത് 2.5 തന്നിട്ടുണ്ട്, എക്സ്റ്റേണൽ ലിമിറ്റ് 10 തന്നിട്ടുണ്ട്, സെഡിൻ്റെ വാല്യൂ 2.5 ആണ്, Q 100 ആണ്. സെയിം ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് നേരത്തെ പറഞ്ഞ പോലെ MEN വാല്യൂസ് നമുക്ക് തന്നിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. അപ്പോൾ ജസ്റ്റ് നോക്കാം. ഈ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് സൈസ് ഓഫ് 3 meters
ബൈ 2 മീറ്റേഴ്സ് കിട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 മീറ്റേഴ്സ് ഇവിടെ ഉണ്ട്, 2 മീറ്റേഴ്സ് ഇവിടെ കൊടുക്കാം. യൂണിഫോംലി ഇൻറ്റൻസിറ്റി ക്യൂ എന്ന് പറയുന്നത് 100 kPa ആണ്. ഓക്കെ, അഗെയിൻ ഡിറ്റർമിൻ വെർട്ടിക്കൽ സർഫസ് 5 മീറ്റർ ഡെപ്ത് ബിലോ ദ മിഡ് പോയിന്റ് ഓഫ് ദ ഷോർട്ട് എഡ്ജ്. യുനോ ഡിസ്റ്റൻസ് നോക്കാം, ആ പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ട. റെക്ടാങ്കുലർ ഏരിയ ആണെന്ന് കണ്ടാൽ, സർക്കുലർ ആണെങ്കിൽ എന്തായാലും നമുക്ക് പോസിബിൾ എന്ന് പറഞ്ഞ സെൻറ്ററിൽ നിന്നും താഴോട്ടേക്കുള്ള ഡിസ്റ്റൻസിലേ പറ്റുള്ളൂ. പിന്നെ റെക്ടാങ്കുലർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിറ്റർമിൻ ദ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് 5 മീറ്റർ ഡെപ്ത് ബിലോ, എവിടെയാണെന്ന് നോക്കണം. ഡെപ്ത് ബിലോ ദ മിഡ് പോയിന്റ് ഓഫ് എ ഷോർട്ട് എഡ്ജ് ഓഫ് ദ ഫൂട്ടിങ്. ഇവിടുത്തെ ഷോർട്ട് എഡ്ജ് ഓഫ് ദ ഫൂട്ടിങ് എന്താണ്? 2 മീറ്റേഴ്സ് ആണ് നമ്മുടെ ഷോർട്ട് എഡ്ജ്. സോ ബിലോ ദ മിഡ് പോയിന്റ്, അപ്പം ഷോർട്ട് എഡ്ജിന്റെ മിഡ് പോയിന്റ് ഇവിടെ വരും. ഇവിടെ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ്? 5 മീറ്റേഴ്സ് കേട്ടോ. അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നൗ യൂസിങ് ദ ഫോളോവിങ് ഡാറ്റ എം എൻ വാല്യൂസ് എന്നിട്ട്, അപ്പം നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ സിഗ്മ z is equal to q into i ആണെന്ന് മനസ്സിലായി. നൗ ഐ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കോർണറിന് താഴെ ആവണമായിരുന്നു. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഷോർട്ട് എഡ്ജിന്റെ മിഡ് പോയിന്റ് എന്നാണ്. സോ ആ മിഡ് പോയിന്റ് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡ് ചെയ്യാം. സോ ഹിയർ വി വിത്ത് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ, ഹിയർ സെക്കൻഡ് റെക്ടാങ്കിൾ കിട്ടും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ രണ്ടും ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ 3 മീറ്റേഴ്സ് തന്നെ വരും, ഇത് 1 മീറ്റേഴ്സ് വരും, ഇവിടെ 1 മീറ്റേഴ്സ് വരും. അപ്പോൾ 3 മീറ്റേഴ്സ് ബൈ 1 മീറ്റേഴ്സ് ഉള്ള 2 റെക്ടാങ്കിൾസ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിഗ്മ z കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? q ഇൻറ്റു ഓക്കെ ഐ ഓഫ് ഫസ്റ്റ് റെക്ടാങ്കിൾ പ്ലസ് ഐ ഓഫ് സെക്കൻഡ് റെക്ടാങ്കിൾ. ക്ലിയർ ആണല്ലോ? ഇനി എങ്ങനെയാണ് ഐ ഓഫ് ഫസ്റ്റ് റെക്ടാങ്കിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ. അതിന്റെ കറസ്പോണ്ടിങ് എം വാല്യൂ എൻ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ബൈ സെഡ് റേഷ്യോ ആണ്. അപ്പോൾ 3/5 കേട്ടോ, 3/5. ആൻഡ് എൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? എൻ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സോ 1/5. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ആ വാല്യൂസിന് കണ്ടുപിടിച്ച് നോക്കുക. 3/5 is 0.6 ആണ്. ആൻഡ് 1/5 is 0.2 ആണ് അല്ലേ. സോ 0.2 എന്ന് കിട്ടും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 0.6 നോട്ട് ചെയ്യുക. എമ്മിൻ്റെ വാല്യൂ 0.6 ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 0.2. എന്നിൻ്റെ വാല്യൂ ഇവിടെ 0.2. ഓക്കെ, അപ്പോൾ 0.6നും 0.2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് നോക്കൂ 0.0435 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഐ വാല്യൂ. ദിസ് ഇസ് അവർ ഐ വാല്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഐ വാല്യൂസിന് ഇവിടെ ഇട്ട് കൊടുക്കാം. 0.0435 ഇവിടെ ഇട്ട് കൊടുക്കാം. then I2 വീണ്ടും കാണേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും എന്താണ്? 1ഉം 3ഉം തന്നെയല്ലേ. അപ്പം z മാറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ഇക്വേഷൻ ഇങ്ങനെയായി മാറിട്ടോ. q എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെയായി മാറി? സിഗ്മ സെഡിന്റെ വാല്യൂ എന്താണ്? 100 kPa. സോ യൂണിറ്റ്സ് ശ്രദ്ധിക്കുക. 100 ഇൻറ്റു 2 ടൈംസ് 0.0435. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ സെഡ് കിട്ടുകയാണ്. ഓക്കെ, 7 മാർക്ക് സിമ്പിളായി കിട്ടും. പക്ഷെ എന്താണ്? കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ എം എൻ ചാർട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. ഈ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാനാണ് ഇത് തന്നിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണോ? സോ ഇത്രയേ ഉള്ളൂ. അപ്പം ഏകദേശം ഈ ഒരു പാർട്ടിൽ നിന്നും മുന്നേ ചോദിച്ചിട്ടുള്ള ഈ ടൂവിൽ ചോദിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നിൻ്റെയും കാൽക്കുലേഷൻ പാർട്ട് ഇൻഡെപ്ത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഔട്ട്ലൈൻ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പം ആദ്യമേ പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു മൊഡ്യൂൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. എന്നിട്ട് എന്താ ചെയ്യുക? ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞു ഇത്രയും സിമ്പിളാണെന്ന് വിചാരിക്കരുത്. എല്ലാം നിങ്ങൾ ഇക്വേഷൻസ് വെച്ചിട്ട് പേപ്പറിൽ എഴുതിയിട്ട് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സ്റ്റക്ക് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളാം. ഓക്കെ, താങ്ക് യു.